ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വീര ധീര സൂര അതിന്ന് വൈകുന്നേരം തൊട്ടാണ് റിലീസ് ചെയ്തത്. നമുക്കറിയാം രാവിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കാരണം പടം വൈകിട്ടത്തേക്ക് മാറ്റിയായിരുന്നു. അപ്പം എല്ലായിടത്തും വൈകുന്നേരം തൊട്ടാണ് പടം റിലീസ് ചെയ്തത്. അത് നമ്മുടെ എമ്പുരാന്റെ കൂടെ ക്ലാഷ് ആയിരുന്നു. എമ്പുരാൻ എല്ലാ സ്ഥലത്തും ഓടി അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് നേരുന്നത്. അപ്പം അതിനോട് നമുക്ക് പേടിയുണ്ടായിരുന്നു, ഈ ക്ലാഷ് വരുമ്പോൾ എങ്ങനെയും പ്രോബ്ലം ഉണ്ട്. പക്ഷെ എന്നാൽ ഇതിന്റെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് വൈകുന്നേരം റിലീസ് എത്തിയത്. എന്നാൽ മറ്റേ റിലീസ് കഴിഞ്ഞപ്പോൾ മോനെ കൊലത്തൂക്ക് എന്ന് പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ, അതായത് നമ്മൾ എക്സി നോക്കിയാലും എല്ലായിടത്തും പോസിറ്റീവ് റിപ്പോർട്ടാണ് പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിക്രത്തിന്റെ ഒരു കംബാക്ക്, നമുക്കറിയാം തങ്കലാനൊക്കെ ഇറങ്ങിയെങ്കിലും ആ ഒരു പടത്തിന്റെ അത്ര ഒരു വിജയകരമായിരുന്നില്ല പടം. എന്നാൽ നമുക്ക് വിക്രത്തിന്റെ കംബാക്ക് ആണ് നമുക്ക് ആ ധീര സൂര്യയിലൂടെ നടക്കുന്നത്. നമുക്കറിയാം SU അരുൺകുമാറാണ് പടം സംവിധാനം ചെയ്യുന്നത്. സുരാജ് ചേട്ടനുണ്ട്, SJ സൂര്യ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു അഴിഞ്ഞാട്ടമാണെന്നാണ് ഇപ്പൊ നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് എക്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജുകളും, അതായത് മാധ്യമങ്ങൾ, നമ്മുടെ മൂവീസ് അപ്ഡേറ്റ്സും ഇങ്ങനെ റിവ്യൂസും ഒക്കെ ഇടുന്ന എല്ലാ പേജുകളും ഭയങ്കര ഒരു സംഭവം തന്നെ എന്നുള്ള രീതിയിലാണ്. ഭയങ്കര ഒരു സംഭവം. അതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ആണെങ്കിലും ഫണ്ണും എല്ലാ എലമെന്റ്സും ഒത്തുചേരുന്ന ഒരു പടമാണ് വീര ധീര സൂര്യൻ എന്ന സിനിമ. അപ്പം എല്ലാം കൊണ്ടും ഒരു വിന്നർ തന്നെ. അതായത് നമുക്ക് എമ്പുരാന്റെ കൂടെ ക്ലാഷ് വെച്ചാൽ പോലും അതിന് ഇപ്പൊ നമുക്കറിയാം ഈവനിങ് തൊട്ടായതുകൊണ്ട് അപ്പം നാളെ തൊട്ട് പടത്തിന് ഹെവി ബുക്കിങ്ങും ഹെവി ആള് കയറും എന്ന് നമുക്ക് ഉറപ്പായി. കാരണം അത്ര ഹെവി റെസ്പോൺസ് ആണ് ഇപ്പൊ പടത്തിനെ കുറിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കറിയാം എല്ലാ സിനിമകളും വിജയിക്കണം, നല്ല സിനിമകളെല്ലാം വിജയിക്കണം. അല്ലാതെ നമുക്ക് ഇന്ന ആളുടെ സിനിമ വിജയിക്കണം അങ്ങനെയല്ല. നല്ല സിനിമകൾ എന്നിറങ്ങുന്നു അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങുന്നു, അത് ഏത് പടത്തിന്റെ കൂടെ ഇറങ്ങുന്നു അതെല്ലാം വിജയിക്കണം എന്നുള്ളൊരു ഇതാണ് നമുക്ക്. എന്തായാലും ഈ പടവും എമ്പുരാന്റെ കൂടെ ഓടട്ടെ. 2 പടങ്ങൾ ഓടി അതിന് ഒത്ത കളക്ഷൻ, ഒത്ത വിജയം, അതിന് ചേരുന്ന വിജയം വേണമെങ്കിൽ അതിന് ചേരുന്ന കളക്ഷൻ കിട്ടട്ടെ. കാരണം രണ്ടും നേടും. കാരണം ഹെവി റെസ്പോൺസ് ആണ്. നമുക്കറിയാം എമ്പുരാൻ കേരളത്തിൽ കുറച്ചുകൂടെ മുൻതൂക്കം ഉള്ളത് എമ്പുരാനാണ്. എന്നാൽ പോലും വീര ധീര സൂര്യന് ഭയങ്കര റെസ്പോൺസ് ആണ്. ഇന്റർവെല്ലൊക്കെ ഒരു രക്ഷയില്ല. ഫൺ എലമെന്റ് ആണെങ്കിൽ നമുക്കറിയാം കോമഡിയൊക്കെ തമിഴ്നാട്ടിൽ നമുക്ക് ചില സിനിമയിൽ ഓവർ ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ ഭയങ്കര ഇത് തുടങ്ങി. എന്നാൽ അതൊന്നുമില്ല, ഇതിന് സ്റ്റാൻഡേർഡ് ഹൈപ്പ്. നമുക്കറിയാം ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ വിഷയമാണ്. നമുക്കറിയാം അരുൺകുമാർ വിഷയം ഡയറക്ടറാണ്. പിന്നെ നമ്മുടെ വിക്രം നല്ല ഡയറക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ വിഷയമായിരിക്കും. നമുക്കപ്പോൾ അങ്ങനെ വിക്രത്തിന്റെ ഒരു കംബാക്ക് ഇതിലൂടെ നേടും. അതായത് നാളെ തൊട്ട് കറക്റ്റായിട്ട് പ്രോപ്പർ ഷോസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും വീര ധീര സൂര്യൻ ഉറപ്പായി വിജയിക്കും എന്ന് നമുക്ക് ഉറപ്പായി. കാരണം അത്ര റെസ്പോൺസ് ആണ് പടത്തിന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലും ഉണ്ട് ഷോസ്. ഈവനിങ് ഒക്കെ അത്യാവശ്യം ഫാൻ ഷോസ് ഒക്കെയാണ് നടക്കാൻ തുടങ്ങിയത്. അപ്പം നാളെ തൊട്ട് പ്രോപ്പർ ഷോസ് ഒക്കെ ഇറങ്ങും. അപ്പൊ നമുക്ക് കറക്റ്റ് റിവ്യൂസ് നാളെ തൊട്ട് അറിയാം. അതായത് അല്ലാതെ ഫാൻസുകാർ ഇറക്കുന്നത് മാത്രമല്ല, തൊട്ട് അല്ലാതെ സിനിമാ പ്രേമികളൊക്കെ കയറി എന്തായാലും ഹെവി റെസ്പോൺസ് നാളെ തൊട്ട് നമുക്ക് അറിയാൻ. കാരണം അത്ര റെസ്പോൺസ് ആണ് പടത്തിന് വരുന്നത്. എല്ലാ എലമെന്റ്സ്, അതായത് നമുക്ക് സെന്റി ആണേലും ഫൈറ്റ് ആണേലും ഇന്റർവൽ പഞ്ചൊക്കെ വേറെ ലെവലെന്നാണ് നമുക്ക്. വിക്രത്തിന്റെ ഒരു കംബാക്ക്, പടപ്പം കംബാക്ക് ആണ്. പിന്നെ സുരാജ് ചേട്ടന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. സുരാജ് ചേട്ടൻ വിഷയമാണ്. പിന്നെ SJ സൂര്യയുടെ കാര്യം നമുക്കറിയാലോ. SJ സൂര്യ ഈ അടുത്ത് ചെയ്ത സിനിമകളെല്ലാം വിജയിച്ച്. നമുക്കറിയാം മാർക്ക് ആന്റണിയൊക്കെ വിഷയമായിരുന്നു. അപ്പൊ എന്തായാലും SJ സൂര്യക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അതേ ആ ഒരു രായനൊക്കെ നമുക്കറിയാം, രായനൊക്കെ ധനുഷൊക്കെ സൈഡായി പോയ സമയങ്ങളുണ്ട്. ചില സമയങ്ങൾ SJ സൂര്യയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിൽ. അപ്പം ഇതിപ്പം 3 പേരും അഴിഞ്ഞാടിയിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം സുരാജ് ചേട്ടനുണ്ട്, SJ സൂര്യ ഉണ്ട്, വിക്രമുണ്ട്. ഇവര് 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പൊ റെസ്പോൺസ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വിക്രത്തിന്റെ ഒരു കംബാക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പൊ വിക്രത്തിന്റെ കംബാക്ക് കിട്ടി നമുക്ക് വീര ധീര സൂര്യനോട്. അപ്പൊ നാളെ തൊട്ട് പ്രോപ്പർ ഷോസ് എല്ലായിടത്തും വേൾഡ് വൈഡ് പ്രോപ്പർ ഷോസ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഹെവി റെസ്പോൺസ് ആണ് പടത്തിന് കിട്ടിയിരിക്കുന്നത്. നാളെ തൊട്ട് ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് എമ്പുരാൻ കണ്ടിട്ട് നമുക്ക് വീര ധീര സൂര്യന് കയറാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഇറങ്ങിയ 2 പടങ്ങളും, അതായത് ഇന്ന് ഇറങ്ങിയ 2 പടങ്ങളും പൊളപ്പം പടമാണ്, സൂപ്പർ പടമാണ്. അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.